ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്നല്ലേ? ഗേൾസ് ഡേ ഔട്ട് അല്ലെങ്കിൽ ഗേൾസ് എസ്കേപ്പ് ഡേ എന്നോ അല്ലെങ്കിൽ സെൽഫ് കെയർ ഡേ എന്നൊക്കെ പറയാം. ശരിക്കും നമുക്ക് അങ്ങനെ ഒരു ഡേ വേണ്ടേ? നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഫാമിലിയുടെ കൂടെയും വർക്ക് പ്ലേസിലും ഒക്കെ അല്ലേ? വല്ലപ്പോഴെങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് ടൈം നമ്മളെ കെയർ ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി നമ്മൾ തന്നെ കണ്ടെത്തണ്ടേ? അതിപ്പോ ഗേൾസിന് മാത്രമല്ല കേട്ടോ, ബോയ്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ആയാലും ആരായാലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും, അതിപ്പോ ഒറ്റയ്ക്കാണെങ്കിലും ക്ലോസ് ഫ്രണ്ട്സിനൊപ്പം ആണെങ്കിലും ഇടയ്ക്കൊരു ദിവസമെങ്കിലും അങ്ങനെ ചെയ്താൽ ശരിക്കും നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള സ്ട്രെസ്സും ടെൻഷനിൽ നിന്നും ഒക്കെ ഒരു റിലീഫും അതിലൂടെ നമ്മൾ പരസ്പരം റിലാക്സ്ഡ് ആവുകയും ചെയ്യും. ഇന്നത്തെ എന്റെ ഡേ ഔട്ട് വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാട്ടോ, എന്തൊക്കെയാ ഞാൻ ചെയ്തതെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതാണ് ഞാൻ ഇന്നിടാൻ പോണ ഡ്രസ്സ് കേട്ടോ, ഒരു ഗ്രീൻ കളർ ഡ്രസ്സാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതാണ് ആ ഡ്രസ്സിന്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് കേട്ടോ. എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് എനിക്ക് ഈ ലൂസ് ഫിറ്റ് ഡ്രസ്സിനോടൊക്കെ വല്ലാത്തൊരു പ്രേമമുണ്ട്. നേരത്തേക്കെന്ന് പറഞ്ഞാൽ കടയിൽ ലൂസ് ഫിറ്റ് ഡ്രസ്സൊക്കെ കാണുമ്പോൾ തന്നെ ആ ഭാഗത്തേ പോവില്ലായിരുന്നു. ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് എന്നാ പിന്നെ കുറച്ച് മേക്കപ്പ് കൂടെ ആയേക്കാം. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്ന് ഞാൻ ശരിക്കും ഒറ്റയ്ക്കല്ല കേട്ടോ ഡേ ഔട്ടിന് പോണത്. എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയ ഈ സിമിയുടെയും ഇന്ദുവിന്റെയും കൂടെയാണ്. ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നതിലുപരി ദേ ആർ ലൈക്ക് മൈ സിസ്റ്റേഴ്സ് ആണ്. ചിലരൊക്കെ അങ്ങനെയില്ലേ? നമുക്ക് സങ്കടം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും ഒരുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ചിലര്. അങ്ങനെ എന്റെ ലൈഫിലുള്ള രണ്ടുപേരെയാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോണേട്ടോ. ശരിക്കും നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വന്ന് വേറെ കൺട്രീസിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ ഫാമിലിയും എല്ലാവരും ഇല്ലാതെ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലിനെ പോലെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയുന്ന കുറെ ഫ്രണ്ട്സിനെ കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങൾ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയ വന്നപ്പോൾ മുതൽ ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നതിൽ ഒന്നാണ് നല്ല കുറെ സുഹൃത്തുക്കളെ കിട്ടിയെന്നത്. രണ്ടാളും 9 മണിയാകുമ്പോൾ എന്റെ വീടിന്റെ മുറ്റത്തെത്തുമെന്നാ പറഞ്ഞേക്കണേ കേട്ടോ. എന്റെ മേക്കപ്പ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. നമുക്ക് എന്നാ പോയി നോക്കിയാലോ, പുറത്ത് അവർ വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഹലോ, റെഡി? ഇവിടെ നിന്നാണ് പെട്രോൾ അടിക്കണേ. അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു, പക്ഷെ ഇതിലുണ്ടോ? അതിനില്ല. അങ്ങനെ സിമി പെട്രോളൊക്കെ അടിച്ചു വരുന്ന സമയം കൊണ്ട് ഞാനും ഇന്ദും കൂടെ ഒന്നൊരു ചേഞ്ച് വരുത്തി സീറ്റൊക്കെ ഒന്ന് മാറിയിരിക്കാന്ന് വിചാരിച്ചു. ഫ്രണ്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വീഡിയോസ് എടുക്കാനായിട്ട് എളുപ്പമായതുകൊണ്ട് ഞങ്ങൾ സീറ്റ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തു. നിങ്ങളിപ്പോൾ കാണുന്നത് കാൻബറയിലെ റോഡ് ഡ്രൈവിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. ശരിക്കും നല്ല ക്വയറ്റായിട്ടും അധികം ട്രാഫിക് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്ലേസാണ് കാൻബറ. ശരിക്കും സിഡ്നി, മെൽബൺ അതുപോലുള്ള മറ്റ് സ്റ്റേറ്റിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ശരിക്കും നമുക്ക് ടൂറിസ്റ്റ് പ്ലേസുകളാണ് അതൊക്കെ എങ്കിൽ പോലും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര റഷായിട്ടും ട്രാഫിക്കൊക്കെ കാരണം ഒത്തിരി ഡിലേ ആയിട്ട് നമുക്ക് അവിടെ ട്രാവൽ ചെയ്യേണ്ടി വരുന്ന പോലെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ കാൻബറയിലാണെങ്കിൽ വളരെ ക്വയറ്റാണ്. ഒരു 10 to 20 മിനിറ്റ്സ് ബിറ്റ്വീനിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണ് അടുത്തടുത്ത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ടവറില്ലേ, അത് ടെൽസ്ട്ര ടവറാണ് കേട്ടോ. ആക്ച്വലി അതിൻ്റെ ഏറ്റവും മേള് വരെ നമുക്ക് കയറാൻ പറ്റുമേ. അതിൻ്റെ മേളിൽ എത്തിക്കഴിയുമ്പോഴേക്കും കാൻബറ ഫുള്ള് നമുക്ക് അവിടെ നിന്ന് കാണാനും പറ്റും കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആണ് അവിടുത്തെ ഒരു വ്യൂ. കാൻബറയിൽ പിന്നെ ആകെ ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈമറ്റാണ് കേട്ടോ. എസ്പെഷ്യലി വിൻ്റർ ടൈം. ഇത് വിൻ്റർ ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാനേ പറ്റാത്തത്രയും മടിയൊക്കെ ഉണ്ടാവും. ജോലിക്ക് പോകാൻ തന്നെ വളരെ കഷ്ടപ്പെട്ട ജോലിക്ക് പോകുന്നത് തന്നെ. ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ കാൻബറ ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ എനിക്ക്. ശരിക്കും വണ്ടിക്കകത്തിരുന്ന് ഞങ്ങൾ അന്ന് എവിടെയൊക്കെയാണ് പോകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെയുള്ളൊരു വലിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കുറേ നേരം നടത്തിയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കത്തിയൊക്കെ ഇടിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്ഥലം എത്തിയിട്ടോ.
അന്നത്തെ ദിവസം ശരിക്കും എന്തൊക്കെയാണ് പ്ലാനിങ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ വണ്ടിയിലിരുന്നൊന്ന് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അതൊന്നും കേൾപ്പിക്കാൻ പറ്റിയില്ല. കാരണം വണ്ടിക്കകത്ത് പാട്ടിട്ടിരുന്നത് കൊണ്ട് അത് കോപ്പിറൈറ്റ് ഇഷ്യൂ ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അത് കട്ട് ചെയ്യേണ്ടി വന്നു വോയിസ്. നമ്മൾ അന്നത്തെ ദിവസം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ളൊരു പ്ലാനിലാണ്. നമ്മൾ കുറേ ഷോപ്സിലൊക്കെ പോയി. ആസ് യൂഷ്വൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഏത് ഷോപ്പിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ളത്. അവസാനം നമ്മൾ ഡിസൈഡ് ചെയ്തത് നമ്മുടെ കഫേ ചെറി ബീൻസിലാണ് നമ്മൾ കയറാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിറങ്ങി കേട്ടോ. നല്ലതുപോലെ വയറും മനസ്സും ഒക്കെ ഫുള്ളായിട്ട് നിറഞ്ഞതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നെക്സ്റ്റ് പ്ലാൻ ചെയ്തത് ഇഷ്ടമുള്ള കുറേ ഷോപ്സിലൊക്കെ കയറി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ കയറിയത് മയറിലാണ്. കുറേ നല്ല വെറൈറ്റിയും ട്രെൻഡി ആയിട്ടൊക്കെയുള്ള നല്ല ബ്രാൻഡഡ് കളക്ഷൻസ് ഉള്ള നല്ലൊരു ഷോപ്പാണ് കേട്ടോ ഇത്. പിന്നെ അവിടെ കുറേ നേരം അങ്ങനെ കറങ്ങി നടന്നു കേട്ടോ. സിമിക്കാണെങ്കിൽ നല്ലൊരു ബാഗ് വേണമെന്ന് പറഞ്ഞ് അത് നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് നമുക്ക് താഴത്തെ സെക്ഷനിലാണ്. അപ്പം നമ്മൾ താഴോട്ട് പോയി ബാഗ് സെലക്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അടുത്തത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബാഗ് ആണ് വേണ്ടത്. ഈ കളേഴ്സ് ചെറുതാണ്, ചെറിയ ടൈപ്പ് ആണോ? ചെറുതല്ല, കുറച്ച് ഡെയിലി യൂസ് ആണ്. എനിക്ക് ഇഷ്ടമായി. ഇതെനിക്കിഷ്ടമായി. എനിക്ക് എനിക്കൊരു ബാഗ് നോക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ തീം. ഇത് നോക്ക്, ഇത് കൊള്ളാം. അതൊന്നും നിനക്ക് ലോങ് ഇതുണ്ട്, സ്ട്രാപ്സ് ഉണ്ട്, നിനക്ക് ഇഷ്ടമുള്ള പോലെ. ടോമി ഹിൽഫിഗർ. ഇതോ ഇതിന് എനിക്ക് വൈറ്റ് കളേഴ്സ് ഇഷ്ടം. സിമിക്ക് ഇഷ്ടമാണോ? സിമിക്ക് വൈറ്റ് ഇഷ്ടമാണെങ്കിൽ ഈ ബാഗ് നോക്ക്, ഈ ബാഗ് നോക്ക്. ഈ ബാഗ് ഇതിന്റെ പല കളർ, ഇതിന് വള്ളിയുണ്ട്. ഗ്രീൻ, എനിക്ക് ഗ്രീൻ ഇഷ്ടമായി. നൈസ് വൺ. നിനക്ക് വലിയ ബാഗ് വേണമെന്ന് പറഞ്ഞോണ്ട് കേട്ടോ. ഇത് നല്ലതാ. സെലക്ട് ചെയ്ത ബാഗ് ഒന്ന് കാണിച്ചേ. അങ്ങനെ ഇന്ദു സജസ്റ്റ് ചെയ്ത വൈറ്റ് ബാഗും ഞാൻ പറഞ്ഞ ഗ്രീൻ ബാഗുമാണ് നമ്മൾ ഫൈനലി അങ്ങനെ സെലക്ട് ചെയ്തത്. പക്ഷെ ഇത് ബ്ലൂ ആയിട്ടാണ് വീഡിയോ കാണുന്നത് കേട്ടോ. ഇത് പക്ഷേ ഇതാവുമ്പോ
ഫൈനലി നമ്മൾ അവിടുന്ന് വാങ്ങിയ സാധനങ്ങളെല്ലാം പേ ചെയ്ത് അവിടുന്ന് ഇറങ്ങിട്ടോ. അവിടുന്ന് നടന്ന വഴിയാണ് നമ്മൾ ഒരു സ്പാ മസാജ് സെന്റർ കണ്ടത്. അത് കണ്ടപ്പോഴേക്കും നമുക്കൊന്ന് മസാജ് ചെയ്താലോ എന്നൊരു തോട്ട് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വന്നു കേട്ടോ. പക്ഷെ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു 15 മിനിറ്റ്സ് എങ്കിലും നെക്ക് ആൻഡ് ഷോൾഡർ മസാജ് ചെയ്യാമെന്ന് പറഞ്ഞ് കയറിയെങ്കിലും നല്ല മസാജ് ആയതുകൊണ്ട് നമ്മളൊരു 25 മിനിറ്റ്സോളം അവിടെ മസാജൊക്കെ ചെയ്ത് നല്ല റിലാക്സ്ഡ് ആയിട്ട് പുറത്തിറങ്ങി കേട്ടോ. ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ ഞങ്ങൾ വരണ വഴിക്ക് ഈ ഒരു കട കണ്ടു കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു അടിപൊളി കടയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്യുവർലി ഹാൻഡ് ക്രാഫ്റ്റഡ് പ്രോഡക്ട്സ് ആണ്. വളരെ ക്യൂട്ടായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഡിസൈൻ ചെയ്ത കുറെ ഹോം ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. അതുകൂടാതെ വളരെ കളർഫുൾ ആയിട്ടുള്ള കിഡ്സ് ടോയ്സ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല കേട്ടോ, വാൾ ഹാങ്ങിങ്സും ടേബിൾ റണ്ണേഴ്സും റഗ്സും ഹാറ്റ് പേഴ്സ് ബാഗ് എന്നിങ്ങനെ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള സ്ലിപ്പേഴ്സ് ഷൂസ് എന്നിങ്ങനെ വെറൈറ്റി ഐറ്റംസ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ചെന്ന് കയറിയിട്ട് നമുക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. അവിടെ കുറെ ക്യൂട്ടായിട്ടുള്ള പേഴ്സുകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല കളർഫുൾ ആണോ അതൊക്കെ ഹാൻഡ് ക്രാഫ്റ്റഡിന്റെ വർക്കാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല ഷേപ്പുകളിലൊക്കെയുള്ള കുറേ പേഴ്സുകളൊക്കെ ആയിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ആ കട കാണാൻ. ശരിക്കും നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ലെങ്കിൽ പോലും ആ കടയിൽ കുറേ നേരം ഇങ്ങനെ നടന്ന് കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കണ്ട് നടക്കാൻ തന്നെ വലിയ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അവിടെ നിൽക്കുന്ന ഓരോ സമയം നമുക്ക് നല്ലൊരു ഫീൽ ഗുഡ് തരുന്ന ഒരു കട തന്നെയാട്ടോ അത്. ഈ ക്രാഫ്റ്റ് വർക്ക് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റിയ ഒരു നല്ലൊരു ഷോപ്പാണ് കേട്ടോ അത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഓരോ ഐറ്റംസും കുറേ നേരം ഇങ്ങനെ തൊട്ട് നോക്കിയും കണ്ടുമൊക്കെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത്. പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ നമ്മൾ വീട്ടിലത്തേക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങിയത്. അവിടെ നമ്മൾ നേരെ പോയത് ടി കെ മാക്സ് ഷോപ്പിലാണ് കേട്ടോ. കുറെ ഇഷ്ടമുള്ള ഷോപ്പുകളിൽ ഒരെണ്ണമാണ് എനിക്ക് ടി കെ മാക്സ്. അവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഡ്രസ്സസും നമ്മുടെ വീട്ടിലെ ഹോം ഡെക്കോറും പിള്ളേരുടെ ഡ്രസ്സാണെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസ് ആണെങ്കിലും ന്യൂ ബോൺ ബേബീസിന്റെ ഡ്രസ്സുകൾ അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങളും പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഹ്യൂജ് കൈൻഡ് ഓഫ് സെലക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും അവിടെ. നമുക്കൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യാനാണെങ്കിൽ പോലും നമ്മൾ അത് നോക്കി എടുത്തു വരുമ്പോഴേക്കും കുറേ നേരം എടുക്കും കേട്ടോ. പക്ഷെ എന്നാൽ പോലും നമുക്ക് വെറൈറ്റീസ് ഓഫ് സെലക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. എന്താന്നറിയില്ല, എവിടെ ചെന്നാലും ഈ ഹാൻഡ് ബാഗ്സിന്റെ കളക്ഷൻസ് കാണുമ്പോൾ നമ്മൾ അവിടെ സ്റ്റക്ക് ആവൂട്ടോ. പിന്നെയും അവിടെ ബാഗൊക്കെ സെലക്ട് ചെയ്ത് അതിൽ കുറേ വെറൈറ്റീസ് ഓഫ് കണ്ടപ്പോഴേക്കും അവിടെ നിന്ന് ഒന്ന് രണ്ടെണ്ണം ഒക്കെ സെലക്ട് ചെയ്തിട്ട് ആണ് നമ്മൾ പിന്നെ ഡ്രസ് ഐറ്റംസിലോട്ട് പോയത് തന്നെ കേട്ടോ. നിങ്ങളൊക്കെ ഇതുപോലെയാണോ? എന്തെങ്കിലും ഒരു സാധനം ഫേവറേറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും നമ്മൾ വേറെ എന്തെങ്കിലും ആണ് ഷോപ്പിൽ വാങ്ങാൻ വന്നെങ്കിൽ പോലും നമ്മൾ അത് മറന്നു പോയിട്ട് അവിടെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണോ നിങ്ങൾക്കും ഉള്ളത്? എന്റെ കാര്യം ഏതാണ്ട് അങ്ങനെയൊക്കെ കേട്ടോ. തിരിച്ച് നമ്മൾ വീട്ടിലെത്തുമ്പോഴായിരിക്കും അയ്യോ നമ്മൾ പോയ കാര്യം വാങ്ങിയില്ലല്ലോ എന്നൊക്കെ ഓർക്കണേ. പിന്നെ അവിടെ നല്ലൊരു ബ്ലാക്ക് കളർ ഡ്രസ്സ് കണ്ടപ്പോഴേക്കും ട്വിന്നിങ് ചെയ്താലോ എന്ന് കരുതി ഞങ്ങൾ എല്ലാവരും കൂടെ ആ ഡ്രസ്സ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിട്ടോ. അത് കണ്ട് ഇട്ട് നോക്കിയപ്പോൾ നല്ല മെറ്റീരിയൽ ആയിരുന്നു. നമുക്ക് നല്ല കംഫർട്ട് തോന്നുന്ന മെറ്റീരിയൽ ആണ്. ശരിക്കും പറഞ്ഞാൽ ഡിസൈൻസ് പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നാലും കുറേ നേരം മിററിൽ നോക്കി ഫാഷൻ പരേഡൊക്കെ നടത്തിയതിന് ശേഷം ഞങ്ങളത് ഡിസൈഡ് ചെയ്തത് എടുക്കാം. അന്നത്തെ ദിവസത്തെ ഷോപ്പിംഗ് അപാരതകളെല്ലാം നിർത്തിവെച്ചിട്ട് നേരെ നമ്മൾ പോയത് ഫുഡ് കോർട്ടിലോട്ടാണ്. ലഞ്ചിന്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. ശരിക്കും ഞാൻ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം ഹെവി ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ലഞ്ച് വേണ്ട എന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് ദേ സുഷി കണ്ടത്. സുഷി കണ്ടാൽ പിന്നെ നമ്മൾ ഒന്നും നോക്കില്ല കേട്ടോ. ഞാൻ വലിയൊരു സുഷി ഫാനാണ്. ഞാൻ എന്നാ പിന്നെ സുഷി മേടിക്കാമെന്ന് പറഞ്ഞ് സുഷി ഷോപ്പിലോട്ട് പോയി. One spicy cheese chicken dragon, meat free crispy chicken. That's all.
ഞാൻ നേരെ സുഷിയൊക്കെ മേടിച്ച് ഇന്ദും സിമിയൊക്കെ ഫുഡ് ഓർഡർ ചെയ്ത സ്ഥലത്തോട്ടൊക്കെ പോയി. അവരുടെ ഫുഡും ഏകദേശം പെട്ടെന്ന് തന്നെ കിട്ടിട്ടോ. ലഞ്ചിന് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്തത് ലെക്സ ആയിരുന്നു. അങ്ങനെ നമ്മൾ ലെക്സയും നമ്മുടെ സുഷിയൊക്കെ കുറേ നേരം അവിടെ എൻജോയ് ചെയ്തിരുന്ന് കഴിച്ച് കുറേ നേരം നമ്മൾ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. ചിലർക്കൊന്നും സുഷിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ, എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് സുഷിയുടെ ടേസ്റ്റും ആ സോസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആസ് യൂഷ്വൽ കുറേ നേരം അവിടെ ഇരുന്ന് എന്തൊക്കെയോ കത്തിയൊക്കെ അടിച്ചിരിക്കുമായിരുന്നു. കുറേ ഗോസിപ്പും അതും ഇതൊക്കെ പറഞ്ഞ്. ഗേൾസ് ഉള്ളിയല്ലേ, അത് പിന്നെ അങ്ങനെ ആവാതിരിക്കുമോ അല്ലേ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പോയ പ്ലേസ് ആണ് ശരിക്കും ഞങ്ങളുടെ എയിം ഓഫ് ദ ഡേ. ശരിക്കും ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ഒരു ഡേ തന്നെ സെലക്ട് ചെയ്തത്. എന്താണെന്നല്ലേ, ശരിക്കും നമ്മുടെ ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെയും എമ്പുരാൻ മൂവി ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഡേ തന്നെ ക്യാൻബറയിൽ കാണാൻ പോകുന്നതിന്റെ ത്രില്ലിലാണ് ഞാൻ. എല്ലാം കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ എത്തി കേട്ടോ. പിന്നെ ടിക്കറ്റൊക്കെ അവിടെ കൺഫർമേഷൻ ചെയ്ത് ഫുഡ് എന്തൊക്കെ മേടിക്കുക എന്നുള്ള പ്ലാനൊക്കെ ചെയ്ത് പോപ്കോൺ ഇല്ലാതെ എന്ത് മൂവി വൈബ് എന്ന രീതിയിൽ പോപ്കോണും കൂടെ മേടിച്ച് ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് നമ്മൾ നേരെ തിയേറ്ററിലോട്ട് പോയിട്ടോ. ശരിക്കും എല്ലാവർക്കും പിള്ളേരൊക്കെ ആയതിനു ശേഷം തിയേറ്ററിൽ പോയിട്ട് മൂവി കാണുക എന്നുള്ളത് വലിയൊരു ചലഞ്ചിങ് തന്നെയാണ് കേട്ടോ. എന്നാൽ പിന്നെ നല്ല സിനിമകളൊക്കെ നമുക്ക് മിസ് ആവാതിരിക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ച വഴിയാണിത് കേട്ടോ. അതായത് ഒരു ദിവസം ബോയ്സ് എല്ലാവരും കൂടി ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ പോകും. അന്നത്തെ ദിവസം നമ്മളെല്ലാവരും പിള്ളേരെയൊക്കെ നോക്കി വീട്ടിലിരിക്കും. പിന്നെ നമുക്ക് പറ്റിയ ഒരു ദിവസം ഗേൾസ് എല്ലാവരും കൂടെ പോയി മൂവി കാണും. അവര് പിള്ളേരെയൊക്കെ നോക്കിയിരിക്കും. നല്ല സമ്പ്രദായം അല്ലേ. ശരിക്കും സിനിമ കാണാനൊന്നും ഇപ്പൊ സമയമില്ല എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കുന്നവര് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുഞ്ഞുങ്ങളുടെ കാര്യവും നോക്കാൻ പറ്റും, പുതിയ സിനിമയൊക്കെ മിസ്സാവാതെ തിയേറ്ററിൽ ചെന്ന് കാണാനും പറ്റും. എന്നാൽ പിന്നെ ഞങ്ങൾ മൂവി ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ മൂവിയൊക്കെ എൻജോയ് ചെയ്ത് കണ്ടതിന് ശേഷം നേരെ നമ്മൾ ജ്യൂസ് ഷോപ്പിലോട്ടാണ് കയറി കേട്ടോ. കിഡ്സിനൊക്കെ കുറെ ജ്യൂസ് മേടിച്ചിട്ട് വീട്ടിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ അവിടെ വന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ജ്യൂസൊക്കെ കിട്ടി. അതൊക്കെ മേടിച്ച് നമ്മൾ കാർ പാർക്കിലോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മുടെ ഒരു ഫേവററ്റ് ഷോപ്പ് കണ്ടത്. അവിടെ എത്തിയപ്പോ എന്തിനാ അതായിട്ട് കുറയ്ക്കണേന്ന് കരുതി അങ്ങോട്ട് കയറി കേട്ടോ. യോഗട്ട് ബെറി കടയാട്ടോ. കുറെ വെറൈറ്റി ഫ്ലേവേഴ്സ് ഒക്കെ ഉള്ള യോഗട്ട് ഐസ്ക്രീമിന്റെ ഒരു ഷോപ്പാണ് കേട്ടോ അത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ഒക്കെ നമ്മൾ തന്നെ സെർവ് ചെയ്തെടുത്ത് അതിൽ നമ്മൾ തന്നെ ടോപ്പിംഗ്സും ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത ഐസ്ക്രീംസിന്റെ വെയിറ്റ് അനുസരിച്ചാണ് നമ്മളിവിടെ പേ ചെയ്യുന്നത് കേട്ടോ.
അപ്പുറത്തേക്ക് ഇറക്കണോ? ഹിന്ദുവാണ് നമ്മുടെ റൂട്ട് മാപ്പ്. ലെഫ്റ്റ് ഇറങ്ങി റൈറ്റോ? നമുക്കിത് പേ ചെയ്യേണ്ടി വരും. സാരഥി വണ്ടി എടുക്കൂ സാരഥി. ഞങ്ങളുടെ ഇന്നത്തെ സാരഥി സിമിയാണ്. എമ്പുരാൻ എന്ന് കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഡേ ഔട്ട് നല്ലതല്ലായിരുന്നോ? ലെഫ്റ്റ് പക്ഷെ നമ്മൾ അൺപ്ലാൻഡ് ആയിട്ടാണെങ്കിൽ മസാജും കൂടെ ചെയ്തപ്പോൾ അത് സൂപ്പർ ഡേ ആയി. പക്ഷെ കുഴപ്പമില്ല, നല്ല മസാജ് ആയിരുന്നു. കുറേ ഫണ്ണും എൻ്റർടൈൻമെൻറ്റ് റിലാക്സിങ് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി ഡേ ഔട്ട് തന്നെയായിരുന്നു കേട്ടോ അന്ന്. പിന്നെ നമുക്ക് കിട്ടുന്ന ഈ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് ഒക്കെ ഒത്തിരി മെമ്മറബിൾ ആയിട്ടും ഹാപ്പി ആയിട്ട് ആസ്വദിക്കാൻ ഒരിത്തിരി സമയം നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് നമ്മൾ തന്നെ കണ്ടെത്തിയില്ലെങ്കിൽ മറ്റാരും നമുക്കത് കൊണ്ടുവന്ന് തരില്ല കേട്ടോ. 2 ഡ്രൈവേഴ്സ് വരുമ്പോൾ പ്രശ്നമാണ്. നമുക്ക് ഒരാളുടെ എന്ത് പറയണ പോലെ അങ്ങ് പൊക്കോ. തെറ്റിയാ തെറ്റി. സിവ കണ്ണാടി ഒരുക്ക്. എന്തിനാടി കരയണത്? കരയണാക്കിടി. ചെറിയ ചെറിയ നിമിഷങ്ങൾ വലിയ വലിയ സന്തോഷങ്ങളാക്കി മാറ്റാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ ഹാപ്പി ആയിട്ട് നിർത്തുക കേട്ടോ.